സൈനികരെ അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റിയോ? ശരിക്കും ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ? എന്താണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന CIA രഹസ്യരേഖ? ഇതൊക്കെ പറയുന്നതിന് മുൻപ് അല്പം ചരിത്രം പറയാം. 1945 മുതൽ 1989 വരെ നീണ്ടുനിന്ന ശീതയുദ്ധകാലം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒന്നിച്ചു നിന്ന് ജർമ്മനിയെ തകർത്ത അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധത്തിനു ശേഷം കടുത്ത ശത്രുതയിലായി. ഈ ശത്രുത ലോകത്തെ രണ്ട് ചേരികളിലാക്കി. പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ ചേർന്നപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ സോവിയറ്റ് ചേരിയിൽ ചേർന്നു. 4.5 പതിറ്റാണ്ടു നീണ്ടുനിന്ന സംഘർഷാവസ്ഥ. യുദ്ധസമാനമായ ഈ സംഘർഷാവസ്ഥയാണ് ശീതയുദ്ധം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇരു ശക്തികളും സൈനിക സന്ധികൾ, കുപ്രചരണം, ചാരവൃത്തി, ആയുധ കിടമത്സരം, വ്യാവസായിക പുരോഗതി, ബഹിരാകാശ പന്തയം, അങ്ങനെ സാധ്യമായ എല്ലാ മേഖലകളിലും പരസ്പരം മത്സരിച്ചു. ഇതെല്ലാം ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ചരിത്ര സത്യങ്ങളായി നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിവരങ്ങൾ. എന്നാൽ ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ലാത്ത, ആരും ഇതുവരെ പഠിച്ചിട്ടുമില്ലാത്ത ഒരു വിവരം അടുത്തിടെ പുറത്തു വന്നു. അത് പുറത്തുവിട്ടത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ആണ്. ഒരു പേജിൽ മാത്രം ഒതുങ്ങുന്ന ഈ കുറിപ്പാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ രേഖ? എന്താണ് ശീതയുദ്ധകാലത്ത് ആരും അറിയാതെ പോയ ആ അമാനുഷിക ശക്തി? 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അവരുടെ ചാര സംഘടനയായ KGBയുടെ പല രേഖകളും CIAക്ക് പിന്നീട് ലഭിച്ചിരുന്നു. KGBയുടെ കൈവശമുണ്ടായിരുന്ന, പിന്നീട് CIAക്ക് ലഭിച്ച 250 പേജുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇക്കാലത്ത് വീണ്ടും ചർച്ചയാകുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംഭവം നടക്കുന്നത് ശീതയുദ്ധകാലത്ത് 1989-ലോ 90-ലോ ആണ്. അന്യഗ്രഹ ജീവികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ സോവിയറ്റിന്റെ പട്ടാളക്കാർ കല്ലുകളായി മാറി. അതെ, സോവിയറ്റ് പട്ടാളക്കാരെ അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റി. അതും കൃത്യമെണ്ണമുണ്ട്, 23 പട്ടാളക്കാരെ. കനേഡിയൻ വീക്ക്ലിയായ വേൾഡ് ന്യൂസും യുക്രൈനിയൻ പത്രമായ ഹോളോസ് യുക്രൈനിയും പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സംഗ്രഹം ഉൾക്കൊള്ളുന്ന ഒരു പേജുള്ള റിപ്പോർട്ടാണിത്. ഇതിൽ നിരവധി ചിത്രങ്ങളും ഡ്രോയിങ്ങുകളും ഏലിയനുമായുള്ള ഏറ്റുമുട്ടലിന്റെ ദൃക്സാക്ഷി വിവരണങ്ങൾ വരെയുണ്ട്. KGBയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യുക്രൈൻ അടുത്തുള്ളതോ അല്ലെങ്കിൽ സൈബീരിയയിലോ ഉള്ള ഒരു മിലിറ്ററി ക്യാമ്പിൽ പരിശീലനം നടത്തുകയായിരുന്നു 25 സോവിയറ്റ് പട്ടാളക്കാർ. ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു സോസറിന്റെ ആകൃതിയിലുള്ള പറക്കും തളിക താഴ്ന്നു വന്നു. കേൾക്കുമ്പോൾ ബാലരമയിലോ ബാലഭൂമിയിലോ ഒക്കെ പണ്ട് വായിച്ച പറക്കും തളികയും അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വിചിത്ര രൂപത്തിലുള്ള അന്യഗ്രഹ ജീവികളും ഒക്കെ ഓർമ്മ വരുന്നെങ്കിൽ തീർത്തും സ്വാഭാവികമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി പട്ടാളക്കാരുടെ തലയ്ക്ക് മുകളിൽ കണ്ട പറക്കും തളികയിലേക്ക് തിരിച്ചു വരാം. ആകാശത്ത് അപ്രതീക്ഷിതമായ വസ്തുവിനെ കണ്ടതോടെ സൈനികരിൽ ഒരാൾ അതിനു നേരെ ഒരു മിസൈൽ തൊടുക്കും. ഇതോടെ ആ UFO താഴേക്ക് പതിച്ച ആ പേടകത്തിൽ നിന്നും വലിയ കറുത്ത കണ്ണുകളും അതിലും വലിയ തലയുമുള്ള 5 ചെറിയ ജീവികൾ പുറത്തേക്കിറങ്ങി വന്നു. പുറത്തിറങ്ങിയ ഉടനെ ഇവ കൂടിച്ചേർന്ന് വലിയ ഗോളാകൃതിയിലുള്ള ഒറ്റ വസ്തുവായി മാറി. നിമിഷങ്ങൾക്കുള്ളിൽ ഈ വസ്തു വീണ്ടും വലുതായി വലിയൊരു പ്രകാശ സ്ഫോടനമുണ്ടായി. ഞൊടിയിടയിൽ ഇതെല്ലാം നോക്കി നിന്ന 23 പട്ടാളക്കാർ കല്ലായി മാറി. ഇതാണ് KGBയിൽ നിന്നും പിന്നീട് CIAക്ക് ലഭിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെയും തീർന്നില്ല. 25 സൈനികരാണല്ലോ പരിശീലനം നടത്തിയിരുന്നത്. അതിൽ 23 പേരെ അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റി. ബാക്കിയുണ്ടായിരുന്ന 2 പേരോ? അതെ, അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രകാശ സ്ഫോടനം നടന്ന സമയത്ത് ഈ 2 പേർ ഒളിച്ചിരിക്കുകയായിരുന്നത്രേ. മാത്രമല്ല, തകർന്ന ബഹിരാകാശ പേടവും ശിലകളാക്കി മാറിയ സൈനികരെയും KGB മോസ്കോയ്ക്കടുത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഇവിടെ കൊണ്ടും തീർന്നില്ല. കല്ലായി മാറിയ സൈനികരുടെ തന്മാത്രാ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും ചുണ്ണാമ്പുകല്ലിന്റെ രൂപത്തിലായെന്നുമാണ് സോവിയറ്റ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. മനുഷ്യരെ കല്ലാക്കി മാറ്റിയ സ്ഫോടനത്തിന് ഉപയോഗിച്ച ആയുധമോ ഊർജമോ നിലവിൽ ഭൂമിയിലുള്ള ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നും പറയപ്പെടുന്നു. KGBയുടെ ഫയൽ സത്യമാണെങ്കിൽ അങ്ങേയറ്റം ഭയപ്പെടേണ്ട സാഹചര്യമാണെന്നാണ് CIA പറയുന്നത്. മനുഷ്യന്റെ സകല ധാരണകൾക്കും അപ്പുറത്തുള്ള ആയുധങ്ങളും സാങ്കേതിക വിദ്യയും അന്യഗ്രഹ ജീവികളുടെ കൈവശമുണ്ടെന്നും ആക്രമിക്കപ്പെട്ടാൽ സ്വയം പ്രതിരോധത്തിന് ഇവർ ഇതെല്ലാം ഉപയോഗിച്ചേക്കാമെന്നും CIA മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ ഉള്ളതാണോ, ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ഇത്തിരി പോന്ന കുഞ്ഞൻ ഗ്രഹത്തിലിരുന്ന്
100,000 കുഞ്ഞു പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫാന്റസി കഥ പോലെ കേട്ട് രസിക്കാം. പക്ഷെ ഇതൊക്കെ വളരെ സീരിയസ് ആയി കാണുന്നവരും വിശകലനം ചെയ്യുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ പലതും വിശ്വസിക്കാൻ CIA-യിലുള്ളവർ തന്നെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരാളാണ് മുൻ CIA ഉദ്യോഗസ്ഥനായ മൈക്ക് ബേക്കർ. വിവരണത്തിൽ പല ദുരൂഹതകളുമാണ് മൈക്ക് ബേക്കർ ആരോപിക്കുന്നത്. സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ തന്നെ അത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പോലെ ആയിരിക്കില്ലെന്നും പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്നുമാണ് മൈക്കിന്റെ സംശയം. 10-35 കൊല്ലങ്ങൾക്ക് മുൻപ് അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വന്നുവെന്നും സോവിയറ്റ് സൈനികരെ ചുണ്ണാമ്പുകല്ലാക്കി മാറ്റിയെന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് വരുന്നതിലുമാണ് മൈക്കിന് സംശയം. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് തന്നെ ഈ മുൻ CIA ഉദ്യോഗസ്ഥൻ വിശ്വസിക്കുന്നു.